തൃശൂർ നഗരത്തിൽ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയ യുവതിയെ പോലീസ് കണ്ടെത്തിയത് മറ്റൊരു കേസ് അന്വേഷിക്കുന്നതിനിടെ. അഞ്ചംഗ സംഘം മർദ്ദിച്ചവശാക്കിയ യുവതിയെ 3 ദിവസമാണ് തടവിൽ പാർപ്പിച്ചത്. യുവതിയെ തട്ടിക്കൊണ്ടുപോയ അഞ്ചംഗ സംഘം ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. മർദ്ദനത്തിന്റെയും തട്ടിക്കൊണ്ടുപോകലിന്റെയും CCTV ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. സൂരജ് സജി അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഈ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോകൽ അത് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഒരു വീടിനോട് ചേർന്നുള്ള ഒരു ഗേറ്റിന്റെ ഭാഗത്താണ് യുവതികളടക്കമുള്ള ഒരു സംഘം എത്തി ഈ സ്ത്രീയെ മർദ്ദിക്കുന്നത്. എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകാൻ ഉള്ള ഉദ്ദേശം? അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ? പോലീസ് അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടോ? എന്തിനാണ് തട്ടിക്കൊണ്ടുപോയത്? ഈ യുവതിയും ഈ സംഘവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒപ്പം മറ്റൊരു കടയിൽ ഒരു യുവാവിനെ അടിക്കുന്ന ദൃശ്യം കൂടി ഉണ്ടല്ലോ അനുബന്ധമായി. എന്താണ് സംഭവം? പ്രജിൻ, ആ യുവാവിനെ അടിക്കുന്ന ദൃശ്യം പുതുക്കാട് കോഫി ഷോപ്പിൽ ഈ പ്രതികൾ നടത്തിയ അക്രമമാണ്. അവിടെയുണ്ടായ ഈ അക്രമത്തെ തുടർന്ന് നൽകിയ കേസ്, ആ കേസ് അന്വേഷിച്ചെത്തിയ പോലീസാണ് നിലവിൽ ഈ യുവതിയെ കണ്ടെത്തുന്നത്. നായരങ്ങാടി ഭാഗത്ത് നിന്ന് ഈ വീട്ടിൽ കൂട്ടിയിട്ട നിലയിലായിരുന്നു യുവതിയെ കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് യുവതിയും യുവതിയുടെ സുഹൃത്ത് അഖിലും ഈ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് 5 പ്രതികളെത്തി ഈ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ഇവരെ തട്ടിക്കൊണ്ടുപോകുന്നു. ഈ 2 യുവതികൾ ഇവരെ മർദ്ദിക്കുന്നതും പിന്നീട് കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നതും ഒക്കെ ദൃശ്യത്തിൽ വ്യക്തമാണ്. ഈ അഖിലും അതുപോലെ തന്നെ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഗോപകുമാറും തമ്മിൽ ഒരു സ്പാ സെന്ററുമായി ബന്ധപ്പെട്ട് സ്പാ സെന്റർ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഈ യുവതിയെ തട്ടിക്കൊണ്ടുപോയതെന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ ഒപ്പമുണ്ടായിരുന്ന മറ്റു 2 സ്ത്രീകളുടെ നേതൃത്വത്തിലൊക്കെ ക്രൂരമായ മർദ്ദനമാണ് ഈ യുവതിയെ ഏൽപ്പിച്ചത്. പിന്നീട് ഈ വീട്ടിൽ തടവിൽ പാർപ്പിക്കുകയായിരുന്നു. അതിനിടയിലാണ് പോലീസ് ഈ കോഫി ഷോപ്പിലുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയെ തിരഞ്ഞ് ഈ ഗോപകുമാറിന്റെ വീട്ടിലെത്തുന്നു. പിന്നീട് അവിടെ വെച്ച് യുവതിയെ കണ്ടെത്തുന്നു. യുവതിയോട് കാര്യങ്ങൾ തിരക്കിയ ശേഷം ഈ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പോലീസ്. അങ്ങനെ പോലീസിന്റെ ഒരു സംയോജിത ഇടപെടലാണ് ഈ പട്ടാപ്പകൽ നടന്ന തട്ടിക്കൊണ്ടുപോകലും ക്രൂരമർദ്ദനത്തിന്റെയും പര്യവസാനം കുറിച്ചുകൊണ്ട് ഇപ്പോൾ ആ യുവതിയെ രക്ഷിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പ്രജിത്ത്, ശരി. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.